കുറച്ച് ദിവസം മുമ്പ് വഞ്ചി സ്ക്വയറിൽ വെച്ച് സിനിമാ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി സംഘാടകർ എനിക്ക് കുറച്ച് പേരുകൾ അയച്ചു തന്നു. മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ പേരുകളായിരുന്നു. 35-ലധികം കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ടായിരുന്നു. അത് പലതും വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലൊത്തിരി സങ്കോചവും സങ്കടവും നിരാശയൊക്കെ തോന്നി. നിർഭാഗ്യവശാൽ എനിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നീട് ആ കുഞ്ഞുങ്ങളുടെ പേര് വായിക്കുന്ന, കണ്ണീരോടുകൂടി ആ കുഞ്ഞുങ്ങളുടെ പേര് വായിക്കുന്ന ലാലി ചേച്ചിയുടെ വീഡിയോ ആണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പരിപാടിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അവസരം തന്നതിലും ഫ്രീഡം കളക്റ്റീവിന് ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു UN നെതന്യാഹു നാണം കെട്ട് ഇറങ്ങിപ്പോകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു പുരുഷൻ തൻ്റെ നാണക്കേട് അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. ഈ വെടിനിർത്തൽ അയവ് എന്ന് പറയുന്നത് ഒരു നിസാരമല്ല. അതിനപ്പുറമുള്ള പ്രശ്നങ്ങളിലേക്ക് ഇനിയും പോകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ലോകത്തെല്ലാ സമയത്തും യുദ്ധങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റു വിഭാഗങ്ങളെയും ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഹിറ്റ്ലറാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുരുതി നടത്തിയ ഒരു മനുഷ്യനെന്ന് നമ്മൾ പറയുമ്പോൾ അതിനപ്പുറം നമുക്ക് ചരിത്രത്തിൽ നെതന്യാഹുവിനെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരുന്നുണ്ട്. നമുക്ക് ഇനി ചെയ്യാൻ കഴിയുന്നത് ആഫ്റ്റർ വാറിന് ശേഷം അവിടുത്തെ കുട്ടികളുടെയും സ്ത്രീകളുടെയും അവിടുത്തെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും ഒക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീരശ്മിക്ക് ഇവിടെ നിന്ന് വെള്ളവും ഭക്ഷണവും പണവും അവർക്ക് വേണ്ട മറ്റു കാര്യങ്ങളും എത്തിക്കാനായിട്ട് ഒരു പെൺകുട്ടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീഡം കളക്റ്റീവിന് അത് സാധിക്കും. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മാധവൻകുട്ടി സാറും ഞാനും കൂടി ഓട്ടോയിലാണ് വന്നത്. ഞങ്ങൾ സംസാരിച്ചത് 2014 ശേഷം ഇന്ത്യയിൽ എത്രത്തോളം ഇസ്ലാമോഫോബിയ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എത്രത്തോളം ഹിന്ദുത്വ ഭീകരവാദം പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട ഗതികേട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ നമുക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നമ്മുടെ സുരക്ഷയ്ക്കും നമ്മുടെ മതത്തിനും നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ എല്ലാതരം നിലനിൽപ്പിനും അതിജീവനത്തിനും ഒക്കെ ഭീഷണിയായിക്കൊണ്ട് ഇന്ന് ഈ ഹിന്ദുത്വ ഭീകരത നമുക്ക് ചുറ്റുമുണ്ട്. അതിനെ കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രീ പാലസ്തീൻ.